വയനാട്ടിലെ വെങ്ങപ്പള്ളിയിൽ നിന്ന് ഒരു ഹൈടെക് വിജയഗാഥ. വയനാടിന്റെ മണ്ണിൽ പരമ്പരാഗത കൃഷിക്കൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യയും കോർത്തിണക്കി കാർഷിക സമൃദ്ധിയൊരുക്കി മാതൃകയാവുകയാണ് ശ്രീവത്സ ആചാര്യയും കുടുംബവും. വിശാലമായ 15 ഏക്കറിൽ വിളവിൽ മിന്നുന്ന രാജശ്രീ കോഫി പ്ലാന്റേഷനും 8 ഏക്കറിലെ വൃക്ഷ നഴ്സറിയും ഇന്ന് കേരളത്തിലെ കർഷകർക്ക് ഒരു പാഠപുസ്തകമാണ്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ക്ലൈമറ്റ് കൺട്രോൾ സംവിധാനങ്ങൾ ഈ ഹൈടെക് നഴ്സറിയുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഇതൊരു ഹൈടെക് നഴ്സറിയാണ്. ഹൈടെക് നഴ്സറി എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു നോർമൽ നഴ്സറി പ്രൊഡക്ഷനേക്കാളും പ്ലാന്റ് പ്രൊഡക്ഷന് ഒരു കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു മെത്തഡാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 1000 സ്ക്വയർ മീറ്റർ വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പോളിയോസ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 3 ടണൽ വെച്ചിട്ടുണ്ട്. ടണൽ വെക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ റൂട്ട് ട്രെയിനേഴ്സ് വെച്ചിട്ട് റൂട്ട് കട്ടിങ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ടണലാണ്. again നമ്മൾ ഇതിൽ വേറൊരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൾട്ടി ലെയർ സിസ്റ്റംസ് ആണ്. നോർമലി നമ്മളൊരു പോളിയോസിലോ അല്ലെങ്കിൽ ഇതിലാണെങ്കിൽ ഒരു ലെയർ മാത്രമേ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് മൾട്ടി ലെയർ ചെയ്ത് 3 ലെയർ സിസ്റ്റംസ് ആണ് നമുക്കിതിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയുക. മീൻസ് നമുക്ക് ഇതിൽ മാത്രമേ നിയർലി ഒരു 45,000 പ്ലാന്റ്സ് അറ്റ് എ ടൈം നമുക്ക് പ്രൊഡക്ഷനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഈ 3 ലെയർ സിസ്റ്റംസ് ആയതുകൊണ്ട്. അപ്പോൾ നോർമലി ഇത്രയും 3 ലെയേഴ്സ് വരുമ്പോൾ ഇത് ഹീറ്റ് കൂടും, ചൂട് കൂടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റംസ് കൊളിയാൻ വെച്ചിട്ടുണ്ട്. അതേമാതിരി ഫോഗസും വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ടെമ്പറേച്ചർ കൂടി ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. വെങ്ങപ്പള്ളി കൃഷിഭവന്റെ നിരന്തരമായ പിന്തുണ ഈ മുന്നേറ്റത്തിന് കരുത്തേകുന്നു. വെങ്ങപ്പള്ളി കൃഷിഭവന്റെ കീഴിൽ കഴിഞ്ഞ 21 വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന നഴ്സറിയാണ് വൃക്ഷ നഴ്സറി. സംസ്ഥാന സർക്കാരിൻ്റെ ലൈസൻസ് കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൻ്റെ അക്രഡിറ്റേഷനും കഴിഞ്ഞ 10 വർഷമായിട്ട് വൃക്ഷ നഴ്സറിക്കുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഇവർ നടപ്പാക്കി വരുന്നു. അതിൽ പ്രധാനമായിട്ടും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതികളായിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ് സബ്സിഡി ആയിട്ടുള്ള ഏതാണ്ട് 2 ലക്ഷം രൂപ, അതുപോലെ തന്നെ SHMൻ്റെ ട്യൂബുലർ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ പദ്ധതികൾ, അതുപോലെ തന്നെ ഹൈടെക് നഴ്സറിയുടെ ഭാഗമായിട്ട് 10 ലക്ഷം രൂപയുടെ സബ്സിഡി മുതലായവ നഴ്സറി ഇനത്തിൽ ഈ വൃക്ഷ നഴ്സറിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. റെഡ് റൂബി ലോങ്ങൻ മുതൽ മാമി സപ്പോട്ട വരെ നീളുന്ന അപൂർവ ഇനങ്ങളുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ ശേഖരം വൃക്ഷ നഴ്സറിയിൽ കാണാം. ഇവിടെയൊക്കെ നമ്മൾ ഫ്രൂട്ടിൽ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്നായിട്ട് ഇപ്പോഴത്തെ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിന് ഒരുപാട് ഡിമാൻഡ്സ് ആണ്. എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ നോർമൽ ഫ്രൂട്ട്സ് ഓൾറെഡി ഉണ്ട്. ഇത് മാംഗോ, ജാക്ക്, സപ്പോട്ട ഇങ്ങനത്തെ അല്ലാതെ ഒരുപാട് ഇപ്പോൾ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു ട്രെൻഡാണ്. നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം എല്ലാവരും പിന്നെ ഒരുപാട് ഈ ഫ്രൂട്ട് കൺസപ്ഷൻസ് കൂടുതലാണ്. അതിലും എക്സോട്ടിക്സിലാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ്, മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ, ലോങ്കാൻ, അങ്ങനത്തെ സപ്പോർട്ടയുടെ തന്നെ ഒത്തിരി വെറൈറ്റീസ്, ചെറീസ്, ബെറീസ് ഇങ്ങനത്തതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡുള്ളത്. ഇതിനു വേണ്ടി തന്നെ നമ്മൾ വലിയൊരു പ്രോജനി ഓർച്ചാർഡ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മദർ പ്ലാന്റ് ബ്ലോക്കിന് വേണ്ടിയിട്ട്. ആ മദർ പ്ലാന്റ് ബ്ലോക്കിൽ നിന്നാണ് നമ്മൾ കുറേ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുക. സോ മീൻസ് ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വേണ്ടിയിട്ട് നമുക്ക് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൻ്റെ അക്രിഡേഷൻസ് അടക്കം ഇതിൽ കിട്ടിയതാണ്. മേ ബി ഈ നോർത്തേൺ സോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു നഴ്സറിക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയിട്ടുള്ളൂ. സോ ഇത് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് അക്രിഡേഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ഓഫ് കേരള മീൻസ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് വേണം. സോ അവരും നമുക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്കലി വളരെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ആവട്ടെ, ഇതെങ്ങനെയാണ് ഈ പ്രോജനി ഓർക്കിഡ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സീഡ് സെലക്ഷൻസ് എങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ ക്രൈറ്റീരിയസ് എങ്ങനെയാണ് വേണ്ടത്. സോ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് എനിക്ക് വലിയൊരു ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ സപ്പോട്ടയുടെ ഓർച്ചാർഡിൻ്റെ സെക്ഷൻസാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 വെറൈറ്റിയോളം സപ്പോട്ട ഉണ്ട്. ക്രിക്കറ്റ് ബോൾ ഉണ്ട്, കാലപ്പത്തി ഉണ്ട്, ബ്ലാക്ക് സപ്പോട്ട, വൈറ്റ് സപ്പോട്ട, അതേമാതിരി മാമി സപ്പോട്ട. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതാണ് ഒരു മാമി സപ്പോട്ട. ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി. ആക്ച്വലി ഇത് മെക്സിക്കോ, സെൻട്രൽ അമേരിക്ക ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ ഉണ്ടാവുക. ഒറിജിൻ ആ ഭാഗത്തുള്ളതാണ്.
ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ഫ്രൂട്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 1 to 1.5 kgs വരുന്നുണ്ട്. ഒരു പൊടിച്ച തേങ്ങയുടെ സൈസാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഫ്ലഷും അങ്ങനെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു റെഡിഷ് ഫ്ലഷ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. ഇത് ട്രോപ്പിക്കൽ ആയതുകൊണ്ട് ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഇതിൽ തന്നെ ഇപ്പോൾ അത്യാവശ്യം ഫ്രൂട്ട് ഇപ്പോൾ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ നല്ലൊരു ക്രോപ്പ് ഇതിൽ നമുക്ക് കിട്ടിയതായിരുന്നു. ഓരോ സെക്ഷനുകളിലായി വിവിധ ഫലവൃക്ഷങ്ങൾ അവയുടെ പേര് വിവരം എഴുതിയ ബോർഡോടുകൂടി ക്രമീകരിച്ചിട്ടുണ്ട്. പച്ചിലകൾക്കിടയിൽ ചുവന്ന മണിമുത്തുകൾ പോലെ മിന്നുന്ന കാപ്പിപ്പഴങ്ങൾ കാണാൻ എന്തൊരു ചേലാണ്. ഇവിടുത്തെ ഫലസമൃദ്ധമായ കോഫി പ്ലാന്റേഷന്റെ മർമ്മം കോഫി കൃഷിയിൽ നിന്നും ഉത്പാദനം ഇരട്ടിയാക്കുന്ന നൂതന വിദ്യയായ വെർട്ടിക്കൽ പ്ലാന്റേഷൻ രീതിയാണ്. നമ്മളിപ്പോൾ നോർമലി നമ്മൾ ഈ വയനാട്ടിലത്തെ ഒരു കോഫിയുടെ ഒരു ട്രഡീഷണൽ കൾട്ടിവേഷൻ എങ്ങനെയാ വെച്ചാൽ 4.5 ഫീറ്റിൽ ഒരു പ്ലാന്റ് വന്നിട്ട് ഒരു 2 years കൊണ്ട് നമ്മളൊരു 4.5 ഫീറ്റ് ഇതാണ് നമ്മളൊരു ചെസ്റ്റ് ഹൈറ്റാണ് ഒരു കൾട്ടിവേഷൻ മെത്തേഡ്. അവിടെ നമ്മൾ ഇതിൻ്റെ ടിപ്പ് എന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നോർമലി ഇത് പിന്നെ എങ്ങനെയാ വെച്ചാൽ ഈ പിന്നെ വെർട്ടിക്കലായിട്ടുള്ള കൾട്ടിവേഷൻസ് ആണ് പൊതുവേ നമുക്ക് കോഫിക്ക് ചെയ്തു വരും. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതേ സാധനം 4.5 നമ്മൾ വെർട്ടിക്കൽ ഹൈറ്റിലേക്ക് കൊണ്ടുപോകും. മീൻസ് ഒരു 10 ഫീറ്റ് 12 ഫീറ്റിലേക്ക് നമ്മൾ കൾട്ടിവേഷൻ ചെയ്യും. സോ നമുക്ക് അത്രയും കൂടി നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചസ് കൂടുതൽ കിട്ടും. അത്രയും കൂടി ബ്രാഞ്ചസ് കൂടുതൽ ക്രോപ്പ് വൈസ് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാവും. ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ആവറേജ് ക്രോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പെർ ഏക്കറിൽ നമുക്കൊരു 25 bags അങ്ങനെയൊക്കെയാണ് ആവറേജ് ക്രോപ്പ് ഉണ്ടാവും. ചില നല്ല തോട്ടമാണെങ്കിൽ 30-35 വരെ ഉണ്ടാവും. പക്ഷേ ഈ വെർട്ടിക്കൽ കൾട്ടിവേഷനിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മോർ ദാൻ 50 bags 55-60 bags വരെ ആയ ചില തോട്ടങ്ങളും നമുക്കുണ്ട്. ചില ഫാമേഴ്സിന് അതിനേക്കാളും കൂടുതൽ കിട്ടിയ ഇതുണ്ട്. പക്ഷെ നോർമലി നമുക്ക് ഈസി ആയിട്ട് 50+ bags നമുക്ക് ഇതിൽ ക്രോപ്പ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത് ഞാൻ ആ സിസ്റ്റംസാണ് ഈ ഒരു ട്രീയിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഗ്രാഫ്റ്റ് സിസ്റ്റംസ് ആണ്. നോർമലി നമ്മുടെ താഴെ നിന്ന് മാത്രം ബ്രാഞ്ച് ഇടുകയാണെങ്കിൽ ആ ബ്രാഞ്ച് വീക്കാവും, അല്ലെങ്കിൽ മേ ബി അതിലേക്ക് നല്ല ക്രോപ്പ് കിട്ടണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ട്രീ എടുക്കുകയാണെങ്കിൽ നല്ലൊരു സയൻ സെലക്ട് ചെയ്യും. സോ ഇതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി പഴയ മരമാണ്. ഇത് പുതിയ നട്ടതല്ല. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 40-50 years ആയിട്ട് നമ്മൾ പൂർവ്വജർ നട്ട ഒരു മരങ്ങളാണ്. അപ്പോൾ അത് ക്രോപ്പ് ഒരു ആവറേജ് ക്രോപ്പാണ്. സോ ഇത് നമ്മൾ എന്താ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് ഗ്രാഫ്റ്റിയാണ്. ഒരു മരത്തിൽ നിന്ന് ഇതിനൊരു ചിഗരം വരും. ചിഗരം വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ ഒരു മരത്തിന് ഒരു 4 ഗ്രാഫ്റ്റ് ചെയ്യും. 4 ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ആ സാധനം നമ്മൾ അതേമാതിരി വെർട്ടിക്കലിലേക്ക് കൊണ്ടുപോകും. 4.5 ഫീറ്റ് അല്ലാതെ ഇത് 10 to 12 ഫീറ്റിലേക്ക് നമ്മളിത് റേസ് ചെയ്യും. റേസ് ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ഇതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ താഴെ വരുന്ന സമയത്ത് ഒരു സാച്ചുറേഷൻ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്നത്. അപ്പോൾ എന്താ നോർമലി നമ്മൾ എന്താ വെച്ചാൽ ആ സാച്ചുറേഷൻ വരാതിരിക്കാൻ വേണ്ടി ഇതാണ് അതിൻ്റെ ഒരു സൈഡ് ബ്രാഞ്ചസ് ഇങ്ങനെ വരിക. ഈ സൈഡ് ബ്രാഞ്ചസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ഇവിടെ ഒരു കോഫി ഉണ്ടാവും. അടുത്ത വർഷത്തെ ഫ്ലവറാണിത്, ഈ മുട്ടുകൾ കാണുന്നത്. വൺസ് ഇത് പറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലുണ്ടാവില്ല. പിന്നെ എഗെയിൻ അടുത്ത വർഷം ഇങ്ങനെ നീണ്ടു വരും. അപ്പോൾ നമുക്കത് സാച്ചുറേഷനിലേക്ക് എത്തും. സോ അത് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സമയത്തല്ല നോർമൽ നമ്മളത് സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് നമ്മളിത് ടിപ്പിങ് ചെയ്യും. ഈ ടിപ്പിങ്ങിനാണ് ഈ ഒരു ടെക്നോളജി വരെ. അതായത് ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്യും. ഈ ടിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഈ സാധനം ഇവിടെ വരെ വരുന്നത് ഇവിടെ നമുക്ക് ഇതിൽ മൾട്ടി ബ്രാഞ്ചസ് നോക്കിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ചസ് പോകും. സോ ഇങ്ങനെ നീണ്ടു പോകുന്നതിനേക്കാളും നമുക്ക് സ്പ്രെഡിങ് കൂടുതൽ വരും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഇയറും നമുക്ക് കൂട്ടാൻ പറ്റും, ഈൽഡും കൂട്ടാൻ പറ്റും. മീൻസ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് നമുക്ക് കൂട്ടാൻ കഴിയും. കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കണം. കാരണം ബ്രാഞ്ചസ് കൂടുതൽ വരുമ്പോൾ ഫെർട്ടിലൈസറും നമ്മൾ അതിനനുസരിച്ച് കൂട്ടേണ്ടി വരും. നോർമൽ കൾട്ടിവേഷൻ നമുക്ക് 2 to 3 ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് ഇത് 7 to 8 ടൈംസ് നമ്മൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാറുണ്ട്. വെർട്ടിക്കൽ പ്ലാന്റേഷൻ കൃഷിരീതി മികച്ച വിളവും വരുമാനവും ഉറപ്പാക്കുന്നു. വിളവെടുത്ത കാപ്പിപ്പഴം നിലത്ത് പോളിത്തീൻ ഷീറ്റിൽ വിരിച്ച് ഉണക്കിയെടുക്കുന്നു. ഇവിടെങ്ങും കാപ്പിയുടെ ഉണർവേകും ഗന്ധം മാത്രം. തണൽ മരങ്ങളുടെ നല്ലൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് അവന്യൂ ട്രീസിൻ്റെ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 15 ടൈപ്സ് നമ്മൾ അവന്യൂ ട്രീസാണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നോർമലി ഈ വിദേശത്തേക്ക് നമുക്ക് മണ്ണ് കടത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മളിത് ചെറിയ പ്ലാന്റ് തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ കോക്കോപിറ്റിൽ അങ്ങനത്തെ ഒരു സോയിൽലെസ് മീഡിയയിലാണ് നമ്മളിത് ഗ്രോ ചെയ്യുന്നത്. എഗൈൻ അവർക്ക് കുറച്ചൊരു ക്രൈറ്റീരിയാസ് ഉണ്ട്. മീൻസ് ഇതിൻ്റെ ഒരു വണ്ണമാണ് അവർ എപ്പോഴും ഒരു ഗർത്താണ് നോക്കുന്നത്. ആ ഗർത്ത് മിനിമം ഒരു 4 inches to 6 inches ഗർത്താണ് ഏത് ട്രീസിനും ആവശ്യമാണ്. സോ അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ടോപ്പർ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഗർത്ത് കൂട്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇവിടെ ചെയ്യുന്നത്. മണ്ണ് എന്ന് വെച്ചാൽ മണ്ണ് ഒരിക്കലും പാടില്ല. ചകിരിച്ചോറിലാണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നത്. ഗ്രോ അങ്ങനെ തന്നെയാണ്. എല്ലാ നഴ്സറികളെയും അതിമനോഹരമാക്കുന്നത് അവിടുത്തെ അലങ്കാരവർണ്ണ ചെടികളാണ്. വൃക്ഷ നഴ്സറിയിലും വിവിധ ഇനത്തിലുള്ള അകത്തള അലങ്കാര ഇലച്ചെടികളും പല വർണ്ണ പൂക്കളാൽ മനോഹരമായ അലങ്കാര ചെടികളുമുണ്ട്. പല ഇനത്തിലുള്ള ഹെലിക്കോണിയ, ടോർച്ച് ജിഞ്ചൻ എന്നിവ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നു. ഇത് ആക്ച്വലി പിന്നെ ഇത് ടോർച്ച് ജിഞ്ചർ എന്നുള്ളൊരു ചെടിയാണ്. ഇത് 2 ടൈപ്പിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മളിത് കൂടുതൽ ഇപ്പോൾ ഇത് ഈ സക്കസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലാൻഡ്സ്കേപ്പിലേക്ക് പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാണ്. അതൊരു ഇൻകമാണ്. നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് കൊടുക്കാനും കഴിയും. അതിനേക്കാളും വേറൊരു പിന്നെ ഈ കൃഷിൻ്റെ മേഖല തന്നെയുണ്ട്. ഈ കട്ട് ഫ്ലവേഴ്സ് എന്നുള്ള രീതിയിലാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ്. ഇതിൻ്റെ ഒരു 3 ടൈപ്പുള്ള ഫ്ലവേഴ്സാണ് നമ്മുടെ അടുത്തുള്ളത്. ഒന്ന് റെഡ് കളർ വരും, ഒന്ന് പിങ്ക് വരും, ഒന്ന് വൈറ്റ് വരും. ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇത് കൂടുതൽ പിന്നെ ഈ ഹോട്ടൽസ് അല്ലെങ്കിൽ ലോബി അല്ലെങ്കിൽ അങ്ങനത്തെ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കട്ട് ഫ്ലവേഴ്സിന് ഭയങ്കര ട്രെൻഡാണ്. മുൻകാലങ്ങളിൽ ഇത് 5 star ഹോട്ടൽസ് 4 star ഹോട്ടൽസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഈച്ച് ആൻഡ് എവറി ഇവൻ ഒരു കല്യാണ ഫംഗ്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ടോർജിൻജേഴ്സ് ആവട്ടെ, അതായത് കാണുന്നത് ഹെലിക്കോനിയസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇതൊക്കെ നല്ല മാർക്കറ്റിൽ പോകുന്നതാണ്. ഇതും ഹെലിക്കോനിയസ് ആണ്. അങ്ങനത്തെ ഹെലിക്കോനിയസ് മാത്രമേ നമ്മുടെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു 15 വെറൈറ്റീസോളം ഹെലിക്കോനിയസ് ഉണ്ട്. കുലകുലയായി കായ്ച്ചു നിൽക്കുന്ന ഈന്തപ്പനകളും ഇവിടെ കൂടുതൽ ആകർഷകമാക്കുന്നു. സംയോജിത കൃഷിരീതി അനുവർത്തിക്കുന്ന ഒരു നല്ല ഫാമായും ഈ നഴ്സറി പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ കോഫി പ്ലാന്റേഷനിൽ നിന്നും ലഭിക്കുന്ന വിത്തിൽ നിന്നാണ് നഴ്സറിയിൽ ആവശ്യമായ തൈ ഉത്പാദിപ്പിക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് വഴിയും മികച്ച തൈകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. നോർമലി ഈ കോഫി എപ്പോഴും പിന്നെ സീഡ്ലിങ്സ് ആണ് റേസ് ചെയ്യുക. അപ്പോൾ ഈ സീഡ്സ് കംപ്ലീറ്റ് നമ്മൾ കോഫി ബോർഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രം അതല്ലാതെ നമ്മൾ തന്നെ ഇത് സെലക്ട് ചെയ്യുക. നമ്മുടെ തോട്ടത്തിന് ഏറ്റവും നല്ല ബ്രീഡ് നോക്കിയിട്ട് നമ്മളൊരു 4-5 ഇയേഴ്സിൻ്റെ പിന്നെ ഇതിൻ്റെ ക്രോപ്പ് നോക്കിയിട്ട് കൺസിസ്റ്റീവ് ക്രോപ്സ്, അതേമാതിരി ഇതിനൊരു ഇലയ്ക്കൊക്കെ ഒരു ഡിസീസ് വരാറുണ്ട്. അങ്ങനത്തെ ഇതില്ലാതെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടും നമ്മൾ സീഡ് സെലക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈ സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചീപ്പാണ്, ബട്ട് ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. ഇപ്പോൾ പിന്നെ സെയിം നമ്മൾ ഇതിലിപ്പോൾ ഒരു ഗ്രാഫ്റ്റിംഗ് ടെക്നോളജി കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നോർമൽ ഇപ്പോൾ സീഡ്ലിംഗിൽ നിന്ന് നമ്മളിപ്പോൾ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ക്രോപ്പ് കൂടുതൽ കിട്ടും. പിന്നെ അങ്ങനെ ഉള്ള ഇപ്പോൾ വെച്ചാൽ നമ്മൾ ആകെ ഒരു 600 പ്ലാന്റ്സ് പെർ ഏക്കേഴ്സിന് ഇടുകയാണെങ്കിൽ ഇത് ചിലതിൽ നമ്മളൊരു 400-500 ആയിരിക്കും നല്ല ക്രോപ്പ് ഉണ്ടാവുക. റിമൈനിങ് 100 നമുക്ക് ക്രോപ്പ് ഇല്ലാത്ത പ്രശ്നം വരും. ഇതങ്ങനെയല്ല. ഇത് സ്റ്റഡി 600 ആണെങ്കിൽ 600ലും പ്രൊഡക്ടിവിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ്റ്റിംഗ് ടെക്നോളജി അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീവത്സ ആചാര്യയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം ആത്മാർത്ഥമായി നിൽക്കുന്ന തൊഴിലാളികളാണ് വൃക്ഷ നഴ്സറിയുടെ സമ്പത്തിനാധാരം. ഞാനൊരു ഒറ്റ ആളല്ല ഇതിൻ്റെ ഇതുള്ളത്. എനിക്കിവിടെ നിയർലി ഒരു 30 ലേബേഴ്സോളം എനിക്കിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 30+ ലേബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല മാനേജറും സൂപ്പർവൈസേഴ്സും എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് ഇതല്ലാതെ എനിക്ക് വേറെ ബിസിനസ് ഉണ്ട്. മീൻസ് ഇത് അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ബിസിനസ് ആയതുകൊണ്ട് ഇവിടുത്തെ കൂടുതൽ ഇപ്പോഴത്തെ നോക്കുന്നത് എൻ്റെ വൈഫാണ്, വിനുത എന്നാണ്. അവളാണ് നോക്കുന്നത്. മണ്ണറിഞ്ഞ് അധ്വാനിച്ചാൽ വിജയം സുനിശ്ചിതമെന്ന് ഈ സംരംഭത്തിലൂടെ ശ്രീവത്സ ആചാര്യ തെളിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9846200208